നോമ്പ് തുറക്കാനായിട്ട് ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഇതേ കട്ട്ലേറ്റിൻ്റെ അത്യാവശ്യം മസാലയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കപ്പ് ഷവർമ്മക്കുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഉമ്മച്ചി അപ്പോഴത്തേക്കും കപ്പിനുള്ള മൈദ പരത്തിയെടുക്കുകയാണ്. ചപ്പാത്തി പല കാണാത്തതൊന്നും ഉമ്മച്ചിക്കൊരു വിഷയമേ അല്ല. ഉമ്മച്ചി ഒരു കുപ്പി എടുത്ത് അത് അങ്ങോട്ട് പരത്താണ്. അപ്പോൾ കുപ്പി എടുത്തിട്ട് അത് സെറ്റ് ആവാത്തതുകൊണ്ട് പിന്നെ ചില്ലിൻ്റെ ഗ്ലാസ് എടുത്തു, പിന്നെ സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുത്തു. അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും ഉമ്മമാരൊരു സംഭവം കേട്ടോ. എന്ത് സാറില്ലെങ്കിലും അവർ പകരത്തിന് വേറൊരാളെ എടുത്ത് അത് കറക്റ്റ് ചെയ്തെടുക്കും. പിന്നെ ദേ ഞാനും എൻ്റെ കുഞ്ഞിപ്പെണ്ണും കൂടിയാണ് ഈ ഒരു കട്ട്ലേറ്റ് ഷേപ്പാക്കണം കേട്ടോ. ഞാൻ ഷേപ്പാക്കണത് അവളെടുത്ത് തിന്നും, അതല്ലെങ്കിൽ പൊടിച്ചിടും. ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി. നല്ല രസമായിരുന്നു കേട്ടോ ചെയ്യാനായിട്ട്. ഈ ഒരു കുഞ്ഞി അടപ്പാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതിലാകുമ്പോൾ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ പെട്ടെന്ന് ആവുമല്ലോ. എല്ലാം ഒരേ ഷേപ്പിൽ തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ ഒരുപാട് വലിപ്പമുള്ള കട്ട്ലേറ്റ് ഉണ്ടാക്കിയില്ല കേട്ടോ. ചെറിയ കട്ട്ലേറ്റ് ആയിരുന്നു. ഇതേ ഒരാൾ നോമ്പ് തുറന്നുകൊണ്ടിരിക്കുകയാണ് സൈഡിൽ. സത്യം പറഞ്ഞ നോമ്പ് തുറക്കലിന് ഞാൻ ഏകദേശം ഒരു ഉച്ചയാകുമ്പോൾ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ വീട്ടിലേക്ക് ചെല്ലുന്നതായിരിക്കും നല്ലത്. കാരണം അവർ ചെയ്യുന്ന പണിയും കൂടി ഞാൻ ചെന്നതിനെ എൻ്റെ മക്കൾ ചെയ്യിപ്പിക്കില്ല. ഇതാകുമ്പോൾ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെയുള്ള ഈ ഒരു ഷേപ്പ് ചെയ്യൽ പൊരിക്കൽ അതൊക്കെ ഉണ്ടായുള്ളൂ കേട്ടോ. പത്തിരി ഇടിയപ്പം അതൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കായിരുന്നു. പിന്നെ ബീഫ് കറിയും ചിക്കൻ കറിയും എൻ്റെ ഉപ്പിച്ചിരി വകയായിരുന്നു. അപ്പോൾ കട്ട്ലേറ്റിൻ്റെ ഷേപ്പൊക്കെ വരുത്തി ഞാനത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ഉമ്മിച്ചി ആ ഒരു കപ്പ് ഷവർമ്മക്കുള്ള സംഭവങ്ങളൊക്കെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇത് ഷേപ്പാക്കി പൊരിച്ചെടുക്കൽ എൻ്റെ അനിയത്തിയുടെ ഡ്യൂട്ടി കേട്ടോ. ഇത് അവളുടെ കരങ്ങളാണ്. അപ്പോൾ ഈ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സിൽ വെച്ചിട്ടാണ് കപ്പ് റെഡിയാക്കി എടുക്കണത്. പിന്നെ ഒരു കാര്യം കേട്ടോ, പണ്ടൊക്കെ മെയിനായിട്ടുള്ള കുക്ക് ഞാനായിരുന്നു ഈ ഒരു സ്നാക്സൊക്കെ ഉണ്ടാക്കണതിൽ. ഇപ്പം ഞാൻ സൈഡ് കുക്കായി, അവളാണ് ഇപ്പോഴത്തെ മെയിൻ കുക്ക്. കൊറോണ സമയത്തെ മെയിൻ താരമായിരുന്നു കേട്ടോ ഈ ഒരു കപ്പ് ഷവർമ്മ. അവൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അങ്ങനെ അവൾ റെസിപ്പിയൊക്കെ ചോദിച്ച് അവൾ പിന്നീട് ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. ആ ഒരു ടൈമിൽ ഞാൻ വീട്ടിലെപ്പോൾ ചെന്നാലും ഈ ഒരു സംഭവം ഉണ്ടാക്കി കൊടുക്കും. നോമ്പ് തുറക്കലിനാണെങ്കിലും ഇവിടെ നോമ്പ് ഉറപ്പിക്കലിനാണെങ്കിലും എല്ലാം ഒരു താരമായിരുന്നു ഈ ഒരു കപ്പ് ഷവർമ്മ. അപ്പോൾ അതൊക്കെ നെക്സ്റ്റ് അടിച്ച് ഞങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുണ്ട് കേട്ടോ വിശേഷങ്ങൾ. അപ്പോൾ അത് അടുത്ത ഷോർട്സിൽ പറയാം. അപ്പോൾ ഓക്കെ, ബായ്.